my channel. It's me Sarah. എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം നമ്മൾ എല്ലാവരും 9th ചാനലിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കൂടുതലും സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫിസിക്സ് ആയിട്ടാണ്. നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്ക് മനസ്സിലാവും. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടി ആ ബെല്ലൈക്കൺ ഉണ്ടെന്ന് പ്രസ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ടേക്ക് എ വാട്ടർ ഇൻ എ ബക്കറ്റ്, പ്ലേസ് എ ടൈറ്റ്ലി ക്ലോസ്ഡ് എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ ഓൺ ഇറ്റ്. വാട്ട് ഡു യു ഒബ്സർവ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ടേക്ക് എ വാട്ടർ ഇൻ എ ബക്കറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബക്കറ്റാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒരു ടംബ്ലർ, ഒരു ബക്കറ്റാണ്. ബക്കറ്റിൽ നമ്മൾ വാട്ടർ വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇത്ര മാത്രമല്ല, ഇനിയുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ടേക്ക് എ വാട്ടർ ഇൻ എ ബക്കറ്റ്, പ്ലേസ് എ ടൈറ്റ്ലി ക്ലോസ്ഡ് എംപ്റ്റി ബോട്ടിൽ ഓൺ ഇറ്റ്. ഞാനൊരു കാര്യം മുമ്പേ പറയാണ്, എനിക്ക് ബോട്ടിൽ വരയ്ക്കാൻ അറിയില്ല കേട്ടോ. അങ്ങനെയല്ല, എനിക്ക് അത്ര പെയിൻറ്റിങ്ങും പടവരകളൊന്നും അത്ര ഇതില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് വരച്ചില്ല. സപ്പോസ് ഇതൊരു ബോട്ടിൽ നിങ്ങളൊന്ന് കരുതിക്കോളാം. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ്? ഞാനിപ്പോൾ വെറുതെ ഇടുമ്പോൾ ഇത് വെറുതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എൻ്റെ അടിയിൽ തന്നിട്ടുണ്ട്. എന്താണ്? യൂസിങ് യുവർ ഹാൻഡ് ഗിവ് എ. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, യൂസിങ് യുവർ ഹാൻഡ് ട്രൈ ടു ഇമേഴ്സ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ ടു ദ ബോട്ടം ഓഫ് ദി ബക്കറ്റ്. നമ്മുടെ ഹാൻഡ് വെച്ച് ആ ബോട്ടിലിനെ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇമേഴ്സ്, അതായത് അകത്തേക്ക് പുഷ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ കൈ വെച്ചുകൂടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഇപ്പോൾ ഫോഴ്സ് കൊടുത്തതാണ്. എൻ്റെ കൈ ഇവിടെ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഈ ബോട്ടിൽ ഞാനിപ്പോൾ ഇമേഴ്സ് ചെയ്ത് ഏകദേശം എന്താ ഈ ഒരു പോർഷനിൽ ഞാനിപ്പോൾ ഇമേഴ്സ് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഫോഴ്സ് കൊടുത്ത് ഇമേഴ്സ് ചെയ്തു. അപ്പോൾ ഇവിടെ ബോട്ടിലില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷേ വാട്ട് ഡു യു ഒബ്സർവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ടേക്ക് ഓഫ് യുവർ ഹാൻഡ് ഫ്രം ദ ബോട്ടിൽ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഇമേഴ്സ്ഡ് ഇൻ ടു ദ വാട്ടർ. വാട്ട് ഡു യു ഒബ്സർവ്? നമ്മൾ ഇത് ഫോഴ്സ് കൊടുത്ത് ഇമേഴ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് ഒന്ന് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ ഫോഴ്സ് കൊടുത്ത് അപ്ലൈ ചെയ്ത് ഇതിനെ നമ്മൾ ആ ഫോഴ്സ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ വാട്ട് ഹാപ്പൻ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻ? ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. ഇത് ഇവിടെ നിന്ന് മാറി അതിൻ്റെ സെയിം പൊസിഷനിൽ തന്നെ റിമെയിൻ ചെയ്ത് വന്ന് നിൽക്കും. എന്ത് ചെയ്യും? അതിൻ്റെ സെയിം പൊസിഷനിൽ തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ അതിനെന്താണ് റീസൺ? നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റ് ഒക്കെ അതുപോലെ നമ്മൾ പറഞ്ഞു. അവർ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് നമ്മൾ അതുപോലെ ചെയ്തു. ഒരു ബോട്ടിൽ, ഒരു എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചു, ഒരു ബക്കറ്റിൽ നമ്മൾ വാട്ടർ ഫിൽ ചെയ്തു. അതിനുള്ളിലേക്ക് ഫോഴ്സ് കൊടുത്ത് നമ്മൾ ബോട്ടിലിനെ ഇമേഴ്സ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ടേക്ക് ഓഫ് അവർ ഹാൻഡ് ആൻഡ് വാട്ട് ഹാപ്പൻ എന്നാണ് ക്വസ്റ്റ്യൻ. ബട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിച്ചു, നമ്മൾ അതിൻ്റെ റിമൂവ് ചെയ്തപ്പോൾ നമ്മുടെ ഹാൻഡ്, അതായത് ഫോഴ്സ് റിമൂവ് ചെയ്തപ്പം അത് തനിയെ മുകളിലേക്ക് തന്നെ പോയി കിടന്നു. അതിനെന്താ റീസൺ എന്നാണ് നമ്മൾ ചോദിച്ചത്. അവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഷുഡൻറ്റ് ദി ഹെവി സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഷുഡൻറ്റ് ഹെവി സബ്സ്റ്റൻസസ് ബി ഗോയിങ് ഡൗൺ? ഹെവി സബ്സ്റ്റൻസസ് താഴ്ന്നു പോകുന്നുണ്ട്, ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ ഒരു ടംബ്ലർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് ഞാനൊരു സ്റ്റോൺ ഇടാണെങ്കിൽ അതെന്തായാലും മുങ്ങിപ്പോകും. അതെന്തായാലും മുങ്ങിപ്പോകാനായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. കാരണം വെള്ളത്തിനേക്കാളും വെയിറ്റ് കൂടുതലാണ് നമ്മുടെ സ്റ്റോൺ. അതുകൊണ്ട് അത് മുങ്ങിപ്പോകും. Why did the bottle experience an upward force greater than its own weight? എന്തുകൊണ്ടാണ് ആ ബോട്ടിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത്? അതായത് നമ്മുടെ ഈ വാട്ടറിനേക്കാട്ടിലും വെയിറ്റ് കുറവായിരിക്കും നമ്മുടെ ഈ ബോട്ടിലിന്. ഒരു പക്ഷേ, നമുക്ക് അതിൻ്റെ ആൻസർ അറിയില്ല. പക്ഷേ തൊട്ട് അപ്പുറത്തെ പേജിൽ വേറൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ സെയിം എക്സ്പെരിമെൻറ്റ് തന്നെയാണത്. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി റബ്ബിങ് ഇവിടെ പോയിരിക്കുകയാണ്. ആൾക്കാരുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടാവും അല്ലേ? നമ്മൾ
അതിന് നമ്മളിങ്ങനെ വെള്ളം ബക്കറ്റ് ഇടും അകത്തേക്കല്ലേ, എന്നിട്ട് ഇങ്ങനെ നമ്മൾ വലിക്കും. ഒരു സാധനം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ ബക്കറ്റ് കയറി വരും. പക്ഷേ സപ്പോസ് ഇതിപ്പം നമ്മുടെ കിണറാണെന്ന് ഓർക്കാം, വെള്ളമാണെന്ന് ഓർക്കാം. ഇത് ഫുൾ വെള്ളമാണ്. നമ്മുടെ ബക്കറ്റ് ഏകദേശം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ബക്കറ്റ് ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ബക്കറ്റ് ഏകദേശം ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് എടുത്ത് വലിക്കുമ്പോൾ ഈ ബക്കറ്റ് ഈ വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ നല്ല ഈസി ആയിട്ട് പോകും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ബക്കറ്റ് ഏകദേശം ഈ പോയിന്റ് എത്തുമ്പോൾ ഒരു ഫോഴ്സ് നല്ല ഫോഴ്സ് എടുത്ത് വലിക്കും. പക്ഷേ അത് വെള്ളത്തിലുണ്ടാകുമ്പോൾ നല്ല ഈസി. ഈ ഇവിടെ ഒരു ഫോഴ്സ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഈ ബക്കറ്റ് എടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് എയറിലേക്ക് വരുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. ഇവിടെ രണ്ടും സെയിം റീസൺ ആണ്. പക്ഷേ ഇതിൽ വെയിറ്റിന്റെ റീസണും ഇത് നേരെ പൊങ്ങി വന്നു. ഇതിന് എന്തോ ഒരു റീസൺ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ ഈ സപ്പോസ് ഈ ഒരു പെണ്ണെടുത്തിട്ട് ഞാൻ എൻ്റെ ഈ കയ്യിൽ ഇതൊരു വാട്ടറാണെന്ന് നോക്കാം. ഈ ഒരു ഫ്ലൂയിഡിലേക്ക് ഞാൻ ഇത് ഇമേഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കൈവച്ച് ഇമേഴ്സ് ചെയ്യും. പക്ഷേ ഞാൻ കൈവിട്ടപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനെ അടിയിൽ നിന്ന് ഒന്ന് പൊക്കി കൊടുത്താലോ, അത് പൊങ്ങി വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം റീസൺ നമുക്ക് ഇവിടെ ഊഹിച്ചൂടെ? എന്ത്, നമ്മളിത് മുക്കിയപ്പോൾ ഇവിടെ നിന്ന് ആരും ഉന്തി കൊടുത്തപ്പോൾ നമ്മുടെ ബോട്ടിൽ തനിയെ പൊങ്ങി വന്നു. അതാരാണെന്ന് നമുക്ക് നോക്കാം. ആ ടെക്സ്റ്റിൽ പേജ് നമ്പർ 8 ഒരു ബോക്സ് തന്നിട്ടുണ്ട്. When a body is immersed completely or partially in a fluid, fluid exerts an upward force on the body. This force is known as buoyancy. അപ്പോൾ നമുക്ക് ആളെ പിടികിട്ടി. ആരാണ്? ഈ ബോട്ടിനെ നമ്മൾ ഇതിലേക്ക് ഫോഴ്സ് എടുത്ത് അപ്ലൈ ചെയ്തപ്പം ഇത് തനിയെ പൊങ്ങി വന്ന് നിൽക്കാനായിട്ട് ഒരാൾ റീസൺ ആയിരുന്നു. അത് ആരായിരുന്നു? ബോയൻസി. അതായത് ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണത്. ഈ ലിക്വിഡിന് വെയിറ്റ് ഉണ്ട്. നമ്മുടെ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ്സ് അതായത് ദ്രവങ്ങളിലെ, അതായത് ലിക്വിഡ്സിലെ ഭാരം എന്നാണ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിനുള്ള വെയിറ്റ് ആര് കൊടുത്തു? ഈ ബോട്ടിലിന് കൊടുത്ത് അത് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ബോയൻസി. ഞാൻ ഒന്നും കൂടി വായിക്കാം. When a body is immersed completely or partially in a fluid. ഒരു ബോഡി നമ്മൾ കംപ്ലീറ്റ് ആയോ പാർഷ്യൽ ആയിട്ടോ ഒരു വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഒരു എക്സേർട്ട് ഫോഴ്സ് അടിയിൽ നിന്നൊരു പൊക്കി കൊടുക്കുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബോയൻസി. ഈ ബോയൻസി എന്നുള്ള ലെറ്ററും ആ ക്യാപ്ഷനും ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ നോട്ട് ചെയ്ത് എടുത്തോളാം. When a body അത് ടെക്സ്റ്റിലുണ്ട്. നിങ്ങളല്ലെങ്കിൽ പഠിച്ചാലും മതിയാകും. ഇപ്പം അത് എഴുതുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Tabulate some situations in your daily life in which you have experienced buoyancy in liquid and gases. നമ്മുടെ ലിക്വിഡ്, ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞത്. ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസസിനെയും ഫ്ലൂയിഡ്സിനെയും ടുഗെദർലി കോൾ പറയുന്നതാണ് എന്ത്? ലിക്വിഡ്സ്. ഞാൻ പറയാം, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. ഗ്യാസസ് ആൻഡ് ഫ്ലൂയിഡ്സ് അല്ല, ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ആർ ടുഗെദർലി കോൾഡ് ഫ്ലൂയിഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. Gases and liquids are togetherly called fluids. ഗ്യാസസിനെയും ലിക്വിഡ്സിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. Tabulate some situations in your daily life in which you have experienced buoyancy in liquid and gases. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തിനൊക്കെയാണ് നമ്മൾ ബോയൻസി അപ്ലൈ ചെയ്യുന്നത്, ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അതിപ്പോൾ ലിക്വിഡിലാണോ ഗ്യാസസിലാണോ എന്നൊന്ന് ടാബ്ലേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. എ ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ റൈസസ് ഇൻ ദ എയർ. നമ്മൾ ഒരു എയർ ഫില്ല് ചെയ്ത ഒരു ബലൂൺ നമ്മൾ കൈവിടുമ്പോൾ അത് മുകളിലേക്ക് പറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ബോയൻസി. എയറിലും ഗ്യാസിലും ബോയൻസി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ആർ ടുഗദർലി കോൾഡ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളൊരു കാര്യം ഇതാ, ഫ്ലൈറ്റ് ഓഫ് പ്ലെയിൻസ്. അതായത് നമ്മുടെ പ്ലെയിനൊക്കെ പറക്കുന്ന കണ്ടിട്ടില്ല, ഓഫ് പ്ലെയിൻസ് എഴുതാട്ടോ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ്
ക്യാപ്ഷനിലേക്ക് പോവാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഹൗ ടു മെഷർ ദി ബോയൻസി. അതിനവിടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ടേക്ക് എ പീസ് ഓഫ് സ്റ്റോൺ ആൻഡ് എ പീസ് ഓഫ് മെറ്റൽ ഓഫ് ഓൾമോസ്റ്റ് ദി സെയിം സൈസ്. Find out the weight of each in air using a spring balance calibrated in Newton. Then find the weight of each of them when immersed in water. Record the data obtained in the table 1.1. അതായത് ഒരു പീസ് സ്റ്റോൺ എടുക്കാം, ഒരു പീസ് ഓഫ് മെറ്റലും എടുക്കണം, രണ്ടും ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ഓഫ് ഈച്ച് ഇൻ എയർ. ഒരു സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്ത് അതിൻ്റെ രണ്ടിൻ്റെയും വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. എവിടെ? നമ്മൾ എയറിൽ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്ടണിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അത് മാത്രമല്ല അതിൻ്റെ രണ്ടിൻ്റെയും വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പ്രിംഗ് ബാലൻസിൽ സ്റ്റോണിൻ്റെയും മെറ്റലിൻ്റെയും ഓൾമോസ്റ്റ് സെയിം സൈസിലായിട്ടുള്ള ആ രണ്ടിൻ്റെയും സ്പ്രിംഗ് ബാലൻസിൽ തൂക്കി എയറിലെ വെയിറ്റും രണ്ടിൻ്റെയും വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോഴുള്ള വെയിറ്റും കൂടി ഒന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് അടിയിലൊരു ടേബിൾ തന്നിട്ടുണ്ട്. സ്റ്റോണിന് വെയിറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടെ ഇത് വരച്ച് കാണിച്ചു തരാം, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ടേബിൾ വരച്ചിട്ടുണ്ട്. ഇതിനുള്ള ഞാനിവിടെ ഒരു സപ്പോസ് മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇതെല്ലാം ന്യൂട്ടണിനാണ് നമ്മൾ ലിബറേറ്റ് ചെയ്യുന്നത്. കാണിച്ചു തരാം. സ്റ്റോണിന് എയറിലുള്ള വെയിറ്റ് 1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, വെയിറ്റ് 2 എന്നുമാണ് ഇതിനെ ഞാൻ ലിബറേറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ഇൻ എയർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ സപ്പോസ് ഒരു 10 ആണ് കൊടുക്കുന്നത്, 10 ന്യൂട്ടൺ. സ്റ്റോണിൻ്റെ വെയിറ്റ് ഇൻ എയർ 10 ന്യൂട്ടൺ. ദെൻ വെയിറ്റ് ഇൻ വാട്ടർ ഞാനൊരു 6 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. എത്രയാണ്? 10 വെയിറ്റ് ഇൻ എയർ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇൻ വാട്ടർ എപ്പോഴും നമ്മുടെ വെയിറ്റ് ഇൻ എയറിനേക്കാളും കുറവായിരിക്കും. ഇത് 10 ആണെങ്കിൽ ഇവിടെ 6 തന്നെ ആയിരിക്കും, കാരണം ഇതിനേക്കാളും കുറവായിരിക്കണം ഇവിടെ വരുന്ന നമ്പർ. ഇത് നമ്മൾ ന്യൂട്ടണിൽ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആണ് ലോസ് ഓഫ് വെയിറ്റ് അഥവാ ബോയൻസി. അപ്പോൾ 10 - 6. 10 - 6 എത്രയാണ്? ഗുഡ്, 4 ന്യൂട്ടൺ. ന്യൂട്ടൻ്റെ സിമ്പിളൊക്കെ അറിയാമല്ലോ, ക്യാപിറ്റൽ ലെറ്റർ N. ദെൻ നെക്സ്റ്റ് ഞാനിവിടെ വെയിറ്റ് ഇൻ എയർ ഒരു 20 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു 15 ന്യൂട്ടൺ. ഇതിനേക്കാൾ കുറവായിരിക്കണം. 20 - 15 എത്രയാണ്? 5 ന്യൂട്ടൺ. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ബോയൻസി ഈക്വൽ നുള്ള മിഷൻ എന്ന് പറയുന്നത് ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു ബോയൻസി അഥവാ ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായി. അപ്പോൾ ഇത്രയും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഞാനിപ്പോൾ ഇന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 9th പഠിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ എന്ത് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ആൻസർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അഥവാ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയില്ല, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിടും കേട്ടോ. അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ.